പാങ് വലിയ ജുമാ മസ്ജിദ് പള്ളിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ആണ് പ്രധാനപ്പെട്ട 3 പേരുടെ ഖബർ അടക്കുന്നത്. അതായത് അധ്യാപികയായിട്ടുള്ള ഷക്കീല, അതോടൊപ്പം തന്നെ റംല, പാചക തൊഴിലാളിയായിട്ടുള്ള സാജിദ എന്നിങ്ങനെ 3 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഈ പാങ് വലിയ ജുമാഅത്ത് പള്ളിയിൽ നടക്കുക. ഇപ്പോൾ അല്പം മുമ്പ് അധ്യാപിക ഷക്കീലയുടെ മൃതദേഹം കൊണ്ടുവന്നു. കന്നമുട്ടിയിലെ വീട്ടിൽ കൊണ്ടുപോയ ശേഷം അവിടെ നിന്നാണ് ഇപ്പോൾ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ എത്തി ഇപ്പോൾ ഈ മൃതദേഹം പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പള്ളിയിലെ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പള്ളിക്ക് തൊട്ടടുത്തുള്ള ഖബറിസ്ഥാനിൽ ഖബർ ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് സംസ്കാരം. അതിനുശേഷം മാത്രമായിരിക്കും പിന്നീട് തൊട്ട് അടുത്തായിട്ട് റംല, അധ്യാപികയായിട്ടുള്ള റംലയുടെ മൃതദേഹം എത്തിക്കുക. റംലയുടെ മകൻ വിദേശത്താണ്. വിദേശത്ത് നിന്ന് രാവിലെയോടുകൂടിയാണ് ഇന്നലെ ഈ സംഭവം അറിഞ്ഞ ശേഷം അല്പം മുമ്പാണ് വീട്ടിലെത്തിയത്. ഈ പള്ളിയോട് ചേർന്നുള്ള തൊട്ടപ്പുറത്ത് തന്നെയാണ് ആ വീടും. ഈ സംസ്കാരത്തിന് ശേഷം അധ്യാപികയായിട്ടുള്ള ഷക്കീലയുടെ സംസ്കാരത്തിന് ശേഷമായിരിക്കും റംലയുടെ സംസ്കാരവും നടക്കുക. അതിന് ശേഷമാണ് പാചക തൊഴിലാളിയായിട്ടുള്ള സാജിദ, അതായത് ഈ 3 പേരുടെയും ഈ സ്ഥലം, അതായത് ഈ പാങ് സ്കൂളിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് ഉള്ള ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പള്ളിയും ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഈ പാങ് വലിയ ജുമാ മസ്ജിദ് പള്ളിയിൽ നടക്കുക. ഇപ്പോൾ ഷക്കീലയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ പള്ളിയിൽ അല്പനിമിഷം കൂടി കഴിയുമ്പോൾ നടക്കാൻ പോവുക. അതിനുശേഷം അടുത്ത മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും പാചക തൊഴിലാളിയുടെ സംസ്കാരവും ഇവിടെ നടക്കുക. ശരി, ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.